ഓഹരികളിൽ ഷോർട്ട് സെല്ലിങ്ങിനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനായുള്ള നിർദ്ദേശം സെബി പരിഗണിക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഒരു ഓഹരി വാങ്ങാതെ തന്നെ അത് ഇടിയുമെന്ന ആ നിഗമനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിൽക്കാൻ ട്രേഡറെ അനുവദിക്കുന്ന ഒരു വ്യാപാര രീതിയാണ് ഷോർട്ട് സെല്ലിംഗ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിൽ ഇല്ലാത്ത ഓഹരികളിൽ ഷോർട്ട് സെല്ലിംഗ് നിരോധിക്കാനുള്ള സെബിയുടെ 2024 ജനുവരിയിലെ നിർദ്ദേശം അത് ഒരു അനിശ്ചിതത്വത്തിന് കാരണമായെന്നാണ് ബ്രോക്കിംഗ് വ്യവസായ മേഖലകളിലുള്ള പ്രമുഖർ പറയുന്നത്. പുതിയ ശുപാർശകൾ നടപ്പിലാക്കിയാൽ അതിന് കാരണം അവർ പറയുന്നത് പുതിയ ശുപാർശകൾ നടപ്പിലാക്കിയാൽ ട്രേഡ് ടു ട്രേഡ് അല്ലെങ്കിൽ T2T വിഭാഗത്തിലുള്ളവ ഒഴികെ എല്ലാ ഓഹരികളിലും ഷോർട്ട് സെല്ലിംഗ് അനുവദിക്കാനാകുമെന്നാണ് റിപ്പോർട്ട്. ഈയിടെ കൊണ്ടുവന്ന നിയന്ത്രണങ്ങളും വിപണിയിലെ ദൗർബല്യം മൂലം ട്രേഡിംഗ് വോളിയം ഗണ്യമായി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ F&O ഇതര ഓഹരികളിൽ ഷോർട്ട് സെല്ലിംഗ് നിരോധിക്കുക കൂടി ചെയ്താൽ ട്രേഡിംഗ് വോളിയം ഇനിയും കുറയുമെന്നാണ് വിപണിയിലെ അനലിസ്റ്റുകൾ അല്ലെങ്കിൽ ബ്രോക്കിംഗ് ഫേമുകൾ സൂചിപ്പിക്കുന്നത്. ട്രേഡറുടെ കൈവശമില്ലാത്ത ഓഹരി വിൽക്കുന്നതിനെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. F&O ഇതര ഓഹരികളിൽ നടത്തുന്ന ഷോർട്ട് സെല്ലിങ്ങിൽ വിറ്റുപോയ ഓഹരികൾ അതേ വ്യാപാര ദിവസം തന്നെ തിരികെ വാങ്ങുകയും വേണം. അത്തരം പൊസിഷനുകൾ അടുത്ത ദിവസത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. 2024 ജനുവരിയിലെ സെബിയിലെ സർക്കുലറിനെ തുടർന്ന് തിങ്കളാഴ്ച മുതൽ F&O ഇതര ഓഹരികളിൽ ഷോർട്ട് സെല്ലിങ്ങിന് വിലക്ക് ഏർപ്പെടുത്തിയ ആദ്യത്തെ സ്ഥാപനം മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസാണ്.